എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു ക്യാരക്ടർ. ഇതിൽ ഞാനൊരു ആശാ വർക്കറിന്റെ ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം ആ ഒരു ടൈറ്റിൽ തന്നെ വളരെ ക്യാച്ചി ആയിട്ട് എനിക്ക് തോന്നി. അത് എന്താണ്, പലവരോട് ഞാൻ പറയുമ്പോഴും അവർ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് എന്നോട് ചോദിക്കാറുണ്ട് ഈ പടത്തിനെ കുറിച്ച്. ഈ സിനിമയുടെ ബ്യൂട്ടി എന്താന്ന് വെച്ചാൽ ഈ പടത്തിന്റെ ഒരു രണ്ട് വാക്കിൽ തന്നെ നമുക്ക് അതിന്റെ ബ്യൂട്ടി നമുക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഭയങ്കര ക്യാച്ചിയാണ്, നല്ലൊരു സിനിമയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും കോൺഫിഡൻ്റ് ആണ്. ഇപ്പൊ സുബീഷ് ഏട്ടൻ എന്നെ വിളിച്ച് സംസാരിച്ചപ്പോഴും ഇത്രയും വർഷം ഇത്ര എക്സ്പീരിയൻസ് ഉള്ളൊരു ആക്ടർ തന്നെയാണ്. അപ്പോൾ സുബീഷ് ഏട്ടൻ ലീഡായിട്ട് എന്നോട് പിന്നെ ചോദിച്ചു, ഗൗരി എന്താ ലീഡ് ക്യാരക്ടേഴ്സ് ആണല്ലോ തമിഴിലും തെലുങ്കിലും ഒക്കെ ചെയ്യുന്നത്, അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറും എടുക്കുന്ന എന്തിനാണെന്നൊക്കെ പലവരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കഥയിൽ ഹീറോയിൻ അങ്ങനെയൊന്നും ഇല്ലാതെ ഓരോ ക്യാരക്ടേഴ്സിനാണ് അവരുടേതായ ഒരു ഇമ്പോർട്ടൻസ്. നമ്മളെല്ലാവരും ആ കഥാപാത്രമായി മാറും. അപ്പോൾ ഇങ്ങനത്തെ സിനിമകളിൽ ഭാഗമാവാൻ തന്നെയാണ് എനിക്ക് താല്പര്യം. അങ്ങനത്തെ ഒരു ആക്ടറായി ആവണം തന്നെയാണ് എൻ്റെ ഒരു ഇങ്ങനത്തെ സിനിമകൾ സപ്പോർട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൃഷ്ണൻ സാറും പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്നും വളരെ ഹാപ്പിയാണ്. ഇപ്പം ഇതിൻ്റെ ടീസറും സോങ് റിലീസൊക്കെ കഴിഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ കുറേ ആശമാരുടെ അവരെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റി ഈ ഒരു സിനിമയിലൂടെ. ആശമാരോട് എനിക്ക് നല്ലൊരു റാപ്പോ ഉണ്ട്. അവരെ കുറേ പേരെ ഞങ്ങൾ മീറ്റ് ചെയ്തു. ഞാൻ സിറ്റിയിലാണ് വളർന്നത്. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടർ തന്നെയാണ്, ഒരു നാട്ടുമ്പുറം, ഒരു നാടൻ പെൺകുട്ടി ദിവ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് എല്ലാ പടങ്ങളും നിങ്ങൾ എല്ലാവരും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് ആയാലും ബ്രഹ്മയുഗം, പ്രേമലു, ഇതെല്ലാം ഇപ്പോൾ തിയേറ്ററിൽ കുറേ പേര് എല്ലാവരും വന്ന് കാണുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഈ പടവും എല്ലാവരും എന്തായാലും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം.